അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞയെടുത്തൊരു ഭരണാധികാരി. വമ്പൻ രാജ്യമൊന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് വർഷം 4 ആകുമ്പോഴും പൊരുതി നിന്ന പോരാളി. അതായിരുന്നു ഇതുവരെ വൊളോദിമീർ സെലൻസ്കി ലോകത്തിനു മുന്നിൽ. കുറച്ച് നാളുകൾ കൊണ്ട് അതൊക്കെ മാറി മറിഞ്ഞു. $100 മില്യൺ അഴിമതി കഥയിലെ വില്ലനായാണ് അതേ സെലൻസ്കി ഇന്ന് യുക്രൈൻ ജനതയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. സെലൻസ്കി പഴയ സെലൻസ്കി അല്ലാതാകുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ത്? യുദ്ധത്തിലും വറുതിയിലും മെഴുകുതിരി വെളിച്ചത്തിൽ അത്താഴം കഴിച്ചുമൊക്കെ ജീവിതം കഴിച്ചു കൂട്ടുന്ന യുക്രൈൻ ജനതയുടെ ഭാവി എന്താകും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചിറകരിഞ്ഞ യുക്രൈനോ? ഇന്നത്തെ എന്റെ അതിഥികൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ്, മേയർ എമിരിറ്റസ് ആൻഡ് UK കൺസർവേറ്റീവ് പാർട്ടി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ടോം ആദിത്യ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ ഈ പറയുന്ന ഒരു ഭാവപ്പകർച്ച അല്ലെങ്കിൽ വേഷപ്പകർച്ച എന്നൊക്കെ പറയുന്നത് പോലെ അഴിമതിക്കെതിരെ 100% നിലകൊള്ളുമെന്ന് പറഞ്ഞ വൊളോദിമീർ സെലൻസ്കി, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ പെടുത്തിയതാണോ, അദ്ദേഹം പെട്ടതാണോ, പെടുത്തിയതാണോ, അതോ തന്നെത്താൻ പോയി കുഴിച്ച കുഴിയിൽ വീണതാണോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇപ്പോൾ. അങ്ങയുടെ ഒരു വീക്ഷണത്തിൽ സെലൻസ്കിക്ക് എന്തായിരിക്കും പറ്റിയത്? ആളുകൾക്ക് അറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അഴിമതിയെ പറ്റി പറയുമ്പോൾ, ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അഴിമതിയൊക്കെ ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. യുദ്ധത്തിന് എല്ലാ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ അഴിമതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു ജനാധിപത്യം ശക്തമാണെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. പിന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴിങ്ങനെ ഒരു അഴിമതി കഥ വന്നു എന്നുള്ളത്, വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് സെലൻസ്കിയുടെ പരാജയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക്, ഈ യുദ്ധവിരാമത്തിനുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടായത് സെലൻസ്കിയുടെ ശക്തി കുറയ്ക്കും എന്ന് മാത്രമല്ല, ഉക്രൈനെ തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കും. വിലപേശാൻ കഴിയാത്ത വിധം ഒരു നേതാവ് പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് വളരെ ഖേദകരമായി പോയി ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈ യുദ്ധവിരാമത്തിനുള്ള ആ കരാറുകളാണ്. റഷ്യ ഏകപക്ഷീയമായിട്ട് ആക്രമിച്ചു. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ റഷ്യ കയറി ആക്രമിച്ചു. അമേരിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ റഷ്യ ആക്രമിക്കാൻ വരുന്നു എന്ന്. റഷ്യ അന്നേരം എല്ലാം അത് നിഷേധിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റഷ്യ ആക്രമിച്ചു. അപ്പം പാശ്ചാത്യ ശക്തികൾക്ക്, യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് കുറച്ചൊക്കെ ചെയ്യാനായി. അമേരിക്ക കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ശരിക്ക് ചെയ്തിരുന്നുവെങ്കിൽ, യുക്രൈന്റെ പിന്നിൽ നിന്നിരുന്നുവെങ്കിൽ ഇതിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിന് പകരം ുക്രൈന് കുറെ ആയുധങ്ങൾ കൊടുക്കും, പക്ഷെ നിങ്ങൾ റഷ്യയെ ആക്രമിക്കരുത്. അപ്പം ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളെ തിരിച്ച് അങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു യുദ്ധം നടക്കുക? അപ്പൊ അവരിങ്ങോട്ട് അവരുടെ ആക്രമണം എല്ലാം സഹിക്കണം. എന്നിട്ട് യുക്രൈൻകാരല്ല എല്ലാവിധ ത്യാഗങ്ങളും സഹിക്കണം. അവർ കൊല്ലപ്പെടണം. അതുപോലെ തന്നെ അവരുടെ കെട്ടിടങ്ങളും എല്ലാം ഇടിച്ചു തകർക്കണം. അവരുടെ രാജ്യത്തിന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 1914 ക്രമിയ അവര് റഷ്യ ആക്രമിച്ചെടുത്തു. അന്ന് ഒബാമയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കാരണം ഇതില് ചരിത്രവും എല്ലാം ഉണ്ട്. റഷ്യയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു. ഈ യുക്രൈൻ തന്നെ ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പൊ ഇതെല്ലാം അവിടുത്തെ മനുഷ്യരെല്ലാം ഒരേതരം ലാംഗ്വേജും ഒരേതരം ആചാരങ്ങളും എല്ലാം ഉള്ളവര്. അപ്പൊ പരസ്പരം ഈ പോരടിക്കുമ്പോൾ ഈ വിദേശത്തൊക്കെ നിൽക്കുന്ന നമുക്കിതിന്റെ വാസം പറഞ്ഞതിന്റെ ഉള്ളുകളിൽ ശരിക്കും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നമുക്കിപ്പം ഗാസയെ പറ്റി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ കൃത്യം, ഗാസയിലെ ഓരോ ഇഞ്ച് മണ്ണ് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഈ 4 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അജ്ഞാത യുദ്ധം, ആർക്കും വേണ്ടാത്ത ഒരു യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയുമായിരുന്നു. അപ്പോഴാണ് ഇപ്പം നിങ്ങളുടെ രാജ്യത്തിന്റെ പകുതി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരിക, ഞങ്ങൾ പിടിച്ചെടുത്തത് തരിക, അതിന് പുറമെ ഞങ്ങൾ പിടിച്ചെടുക്കാത്ത സ്ഥലം കൂടി നിങ്ങൾ ഇങ്ങോട്ട് തരണം, പിന്നെ നിങ്ങളുടെ ആർമി പകുതിയായിട്ട് കുറയ്ക്കണം, പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ സെക്യൂരിറ്റി ഒക്കെ തരാവുന്ന. ആര് സെക്യൂരിറ്റി തരുന്നു? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പുതിയ ഈ കരാർ, യുദ്ധവിരാമത്തിന് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പൊ ആ അവസ്ഥയിലാണ് സെലൻസ്കി ഇങ്ങനെയുള്ള അഴിമതിയിലൊക്കെ പെട്ട് ആ സ്വന്തം പ്രതിച്ഛായ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതെല്ലാം യുക്രൈനെ ദോഷമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ അജ്ഞാതമായിട്ടുള്ള മനുഷ്യരെ എന്തിനോ വേണ്ടി നടക്കുന്ന ഒരു യുദ്ധം, ആർക്കോ വേണ്ടി നടക്കുന്ന ഒരു യുദ്ധം, അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുടിൻ ഒരു 10-20 വർഷത്തിൽ കൂടുതലായി അവിടെ ഭരണാധികാരിയായിട്ട്. അതിന്റെ ഇടയ്ക്ക് അമേരിക്കയിൽ എത്ര പ്രസിഡന്റുമാർ വന്നു, ബ്രിട്ടനിൽ എത്ര പ്രധാനമന്ത്രിമാർ മാറി വന്നു.
അപ്പൊ ഇങ്ങേർക്ക് മാത്രം മാറ്റമില്ല. അപ്പൊ ഇങ്ങനെ റഷ്യയോ യുക്രൈനോ അല്ല, ഇങ്ങേരാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുത്താനായിട്ട് റഷ്യ പോലെ ഇത്രയും മഹത്തായ ഒരു രാജ്യത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാല് അവിടുത്തെ ആ ജനാധിപത്യമൊക്കെ എത്രമാത്രം ദുർബലമാണെന്ന് നമ്മൾ ഇപ്പോഴും കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അത് യുക്രൈനെ പണയം വെച്ചിട്ട് അടിയറ വെച്ചിട്ട് ആവുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. കാര്യം ഈ റഷ്യ ഒരു കാലത്ത് അമേരിക്ക ഒരു ശത്രുപക്ഷത്ത് മാത്രമാണ് റഷ്യയെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈയിടയ്ക്കായിട്ട് ആ മാറ്റം വന്നിരിക്കുന്നു, പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ ശേഷം. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഈ യുദ്ധവിരാമത്തിനുള്ള നിർദ്ദേശങ്ങളൊക്കെ എന്ന് തോന്നുന്നു. പക്ഷെ അത് യുക്രൈനെ വെട്ടിമുറിച്ചും യുക്രൈനെ ഇല്ലാതാക്കിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിന്റെ ഇടയിലാണ് ഈ അഴിമതി വിവാദങ്ങളൊക്കെ വരുന്നത്. അതും യുക്രൈൻ ദോഷമായിട്ട് ബാധിക്കുന്നു. ശരി. ശ്രീ മോഹൻ വർഗീസ്, ഒരു വശത്ത് അമേരിക്കക്കാർ പറയുന്നു ഞങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് ഞങ്ങൾ വിയർപ്പൊഴുക്കിയ ഞങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ടാണ് യുക്രൈന് ആയുധം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരുന്നത്. അതേ യുക്രൈനിലാണ് ഇത്ര വലിയൊരു അഴിമതി കഥ പുറത്തേക്ക് വരുന്നത്. അതും യുക്രൈൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അവിടെ പലപ്പോഴും വൈദ്യുതിയില്ല. 11 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്ന ഒരു രാജ്യം, പട്ടിണിയുള്ള പലരുമുള്ള ഒരു രാജ്യം, അതേപോലെ തന്നെ അത്താഴം കഴിക്കുന്നത് മെഴുകുതിരി വെളിച്ചത്തിലുള്ള ഒരു ജനതയുള്ള ഒരു രാജ്യം. അവിടെയാണ് ഇത്ര വലിയൊരു അഴിമതി കഥ. അതും അഴിമതി തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് വന്ന ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഹീറോ പരിവേഷത്തോടു കൂടെ നിന്ന വൊളോദിമീർ സെലൻസ്കിയുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കോൺസ്പിറസി എലമെന്റ് ഉണ്ടോ എന്നാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, എപ്പോഴും ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു കോൺസ്പിറസി തിയറി അതിന്റെ പിന്നിലുണ്ട് എന്ന് ചിന്തിക്കുന്നവർ അനേകരുണ്ടാവും. നോക്കൂ, ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഓൾ ഓഡ്സ് യുക്രൈൻ റഷ്യയുമായി യുദ്ധത്തിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി പിടിച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ സഹായം ലഭിക്കുന്നു എന്നത് വസ്തുതയാണ്. യൂറോപ്യൻ യൂണിയന്റെ കലവറയില്ലാത്ത പിന്തുണ ലഭിക്കുന്നു എന്നതും വളരെ വ്യക്തമാണ്. പക്ഷെ പിടിച്ചു നിൽക്കുന്നത് ഒരു ആത്മധൈര്യം, ഒരു ജനതയുടെ ആത്മാവിഷ്കാരം, അതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ പ്രസിഡന്റ്, വളരെ പ്രിയങ്കരനായ ഉക്രൈനിലെ വളരെ പോപ്പുലർ ലീഡറായ വൊളോദിമീർ സെലൻസ്കി രംഗത്ത് വരികയാണ്. ഒരു വലിയ ദേശീയ നായകനായി രംഗത്ത് വരികയാണ്. വാർ ടൈം ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെയാണ് അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നത്. ഇതിന് മുൻപിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ പ്രത്യേക ഘട്ടം വരുമ്പോൾ ഉക്രൈനെ ദുർബലപ്പെടുത്തി ഒരു കരാറിൽ ഒപ്പിടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അത് അമേരിക്കയുടെ ആവശ്യമാണ്, യൂറോപ്യൻ യൂണിയന്റെ ആവശ്യമല്ല, ലോകത്തിന്റെ ആവശ്യമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആവശ്യമാണ്. എന്തു വിധേനയും ഉക്രൈനെ വരുത്തിക്കൊണ്ടിരിക്കുക. റഷ്യയെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്നില്ല. അവിടെ അലാസ്കയിൽ വെച്ച് ഓഗസ്റ്റ് മാസം ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എങ്ങും എത്താതെ പോയി. അതുകൊണ്ട് റഷ്യയുടെ പൊസിഷൻസ് വളരെ ക്ലിയർ ആണ്. യുദ്ധം തുടങ്ങിയ കാലം മുതൽ, കൃത്യമായി പറഞ്ഞ 2014 തുടങ്ങിയ ക്രൈമിയ യുദ്ധം 2022 വീണ്ടും അത് ഡോൺബാസ് ഏരിയയിലെ ഡൊണസ്ക്, ലുഹാൻസ് മേഖല ആക്രമിക്കുന്നു. പിന്നീട് സപ്രോഷ്യ മേഖലയിലേക്ക് ആക്രമണം മാറുന്നു, ഖർസ്റ്റൺ മേഖലയിലേക്ക് ആക്രമണം മാറുന്നു. വ്ളാഡിമിർ പുടിൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ടെറിട്ടോറിയൽ ഗെയിൻ ആണ്. ഇത് റഷ്യൻ സ്വാധീന മേഖലയാണ്. റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്ക് നിർണായകമായ മേൽക്കൈയുള്ള പ്രദേശമാണ്. ചരിത്രപരമായ റഷ്യയുടെ ഭാഗമായിരുന്നു. അത് തങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തങ്ങൾ അതിന്റെ എടുക്കുകയാണ്. ആ പൊസിഷനെ സ്ഥിരീകരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് അകലെയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കടന്നു വരികയാണ്. യുണൈറ്റഡ് നേഷൻസിനെ പോലും പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ആദ്യ 2 അറ്റംപ്റ്റും ദയനീയമായി പരാജയപ്പെടുന്ന കണ്ടു. ട്രംപ് അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈൻ റഷ്യ സംഘർഷം താൻ അവസാനിപ്പിച്ചു കൊള്ളാം, താനായിരുന്നുവെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്റെ മുൻഗാമിയായ ജോ ബൈഡൻ അല്ല, താനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധമേ ഉണ്ടാവില്ല എന്ന് വമ്പ് പറഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ തന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ 2 ഊഴം പരാജയപ്പെട്ടു, 3-ാം ഊഴത്തിൽ എങ്ങനെയും വിജയിച്ചു വരണം. അതുകൊണ്ടാണ് തന്റെ ഏറ്റവും വിശ്വസ്തനായ തന്റെ മരുമകൻ ജാറഡ് കുഷ്ണറെയും അതുപോലെ തന്റെ വെസ്റ്റ് ഏഷ്യ ഉപദേഷ്ടാവും യൂറോപ്പ് റഷ്യ മേഖലയിലെ ഉപദേഷ്ടാവും ഒക്കെ ആയ സ്റ്റീവ് വിറ്റ്കോഫിനെയും ഒക്കെ ചുമതലപ്പെടുത്തുകയും ഒരു സമാധാന പ്രക്രിയ, ഒരു 28 ഇന പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അജണ്ട തയ്യാറാക്കുകയും അത് റഷ്യൻ പ്രസിഡന്റുമായി തത്വത്തിൽ സംസാരിക്കും. റഷ്യയുടെ അനുമതി ലഭിച്ചിട്ടില്ല. ആ ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ ഇതാ ഉക്രൈൻ ലീഡർ സെലൻസ്കിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹവും സെലൻസ്കിയും ട്രംപുമായി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
അവിടെ 3 പ്രധാന കാര്യം ഉക്രൈൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത 3 കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന് ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ആണ്. ഡോൺബാസ് മേഖലയിലെ ഡൊണസ്ക് ആൻഡ് ലുഹാൻസ് പ്രവിശ്യകൾ പൂർണ്ണമായി റഷ്യക്ക് നൽകുക. സപ്രോഷ്യയിലെയും ഖർസ്കിന്റെയും റഷ്യ കീഴടക്കിയ ഭാഗം നിലനിർത്തിക്കൊണ്ട് ആ ഭാഗത്തെ യഥാർത്ഥ നിയന്ത്രണ രേഖ ഉക്രൈൻ റഷ്യ രാജ്യാന്തര അതിർത്തിയായി അംഗീകരിക്കുക. അത് മാത്രമല്ല, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സേനകൾ കേവലം 6 ലക്ഷമായി, ഇപ്പോൾ 12 ലക്ഷത്തോളമുള്ള സേനാ വിഭാഗത്തെ 6 ലക്ഷമായി നിജപ്പെടുത്തി കുറച്ചുകൊണ്ടുവരിക. അത് മാത്രമല്ല, നെയ്റ്റോയിൽ ഒരു കാരണവശാലും ഭാവിയിലും അംഗത്വം എടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക. നെയ്റ്റോ സൈന്യങ്ങൾ ഉക്രൈനിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കുക എന്ന് വേണ്ട എന്തെല്ലാം രീതിയിൽ ഉക്രൈനെ സമ്മർദ്ദപ്പെടുത്താമോ അതെല്ലാം തന്നെ ഉക്രൈൻ ജനതയോ ഉക്രൈന്റെ പ്രസിഡന്റോ ആഗ്രഹിക്കാത്ത, യൂറോപ്യൻ സമൂഹം പോലും ആഗ്രഹിക്കാത്ത, നെയ്റ്റോയുടെ അമേരിക്ക ഒഴിച്ചുള്ള യൂറോപ്യൻ പങ്കാളികൾ ആഗ്രഹിക്കാത്ത നിബന്ധനകളാണ് ഇപ്പോൾ ഒരു നക്കൽ എന്ന രൂപത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അഴിമതി കഥ കൂടെ വരുന്നത്. അതുകൊണ്ട് ഉക്രൈൻ സമ്മർദ്ദത്തിലാണ്. വൊളോദിമിർ സെലൻസ്കി വലിയ സമ്മർദ്ദത്തിലാണ്. ഇപ്പോൾ ഒന്നുകിൽ അമേരിക്ക പറയുന്നത് അനുസരിച്ച് സമാധാനം അവിടെ സ്ഥാപിക്കുക, അതിന് വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടത്. ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി വിൽ ബി jeopardized. അല്ല എങ്കിൽ പൊരുതി നിൽക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എത്ര കാലം ഉക്രൈനെ സഹായിച്ചു നിർത്താൻ കഴിയും? അത് മാത്രമല്ല, യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാലും വെടിനിർത്തൽ വന്നു കഴിഞ്ഞാലും ചില ഗ്യാരണ്ടീസ് പറയുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കില്ല, അതിനുള്ള അമേരിക്ക ഗ്യാരണ്ടി പറയുകയാണ്. അതുപോലെ ഉക്രൈൻ റഷ്യയെ ആക്രമിക്കാൻ പാടില്ല, റഷ്യക്ക് അമേരിക്ക ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതിനും പുറമെയാണ് ഈ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. റഷ്യ USA ആ ഒരു സ്റ്റാർട്ടിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു കോംപ്രിഹെൻസീവ് പീസ് ഡീൽ ഇൻവോൾവിംഗ് യൂറോപ്യൻ കൺട്രീസ്, റഷ്യ ആൻഡ് അമേരിക്ക. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇതൊരു ഐ വാഷ് എന്ന് മാത്രമേ എനിക്ക് പ്രാഥമികമായി നിരീക്ഷിക്കാനുള്ളൂ. കാരണം ഉക്രൈന്റെ മേൽ കണ്ടീഷൻസ് അടിച്ചേൽപ്പിക്കുകയും പരമാവധി സമ്മർദ്ദം ഏൽപ്പിക്കുകയും അതിൽ വഴങ്ങുന്ന ഏതാനും കാര്യങ്ങളെങ്കിലും അത് ടേക്ക് അവേ ആയി കണ്ടുകൊണ്ട് താൻ ഒരു പീസ് ബ്രോക്കർ ചെയ്തിരിക്കുന്നു. തന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന ട്രംപിന്റെ ആഗ്രഹം. അതുകൊണ്ട് താൻ അവസാനിപ്പിച്ച 8 യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് 9ാമത്തെ യുദ്ധവും താൻ അവസാനിപ്പിച്ചു. തനിക്കിനി ഒരു നോബൽ സമ്മാനം തന്നുകൂടെ എന്നുള്ള ട്രംപിന്റെ പതിവ് പല്ലവി ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ള ഒരു ഉപായം എന്നതിൽ കവിഞ്ഞ് അതിൽ കൂടുതൽ ഗൗരവം ഈ ഘട്ടത്തിൽ കൊടുക്കാനില്ല. പക്ഷേ 1 പിഴച്ചാൽ 3 എന്നാണ് കണക്ക്. ഇതുപോലെ തന്നെ ഈ മധ്യേഷ്യയിലും ഇതേപോലെ തന്നെ ട്രംപിന്റെ പല പ്രപ്പോസലുകളും വന്നു. ആത്യന്തികമായി അത് ഭാഗികമായിട്ടെങ്കിലും ഇരു കൂട്ടരും മനസ്സോടെ അംഗീകരിച്ച ഒരു പീസ് ഡീൽ ഉണ്ടായി. അതേ രീതിയിൽ തന്നെ ഉക്രൈൻ വഴങ്ങിയാൽ മാത്രം ഈ പീസ് ഡീൽ ഉണ്ടാകും. ഇപ്പോൾ ഉള്ള പ്രപ്പോസൽ ഏതാണ്ട് പൂർണ്ണമായി റഷ്യക്ക് അനുകൂലമാണ് എന്നതാണ് വിധി വൈപരീത്യം. From the heart of America to the rise of the Emirates, Trinity, Texas stands as a bridge between 2 great markets. Real estate is not just about land or buildings, it's about vision. Trinity, Texas now enters Dubai, one of the world's most dynamic investment destinations. From luxury living to industrial powerhouses, we build where the future belongs. Dubai is more than a city, it's a statement. Our investment here is a commitment to global growth and strategic value. We offer opportunity, lifestyle, and security all under one vision. We build with integrity. We invest with intent. We lead with vision. Trust is renewed every day. It's what binds us together with our clients and partners.
with the communities we serve. Trust is the common ground in which we build the world we expect. Building trust, building dreams. King's Builders and Contractors, New York and New Jersey. Trinity Group Austin, Texas is an established conglomerate headed by founder and CEO Sijo Vatican, a successful businessman, philanthropist, and visionary, providing services in real estate, construction, development, management, trading, and media. Be it for finding your home or investment propositions or commercial spaces, Sijo Vatican can help you in your buying and leasing process. A service for you interested in integrity and excellence. He has won many real estate awards, including the most prestigious Max Awards, Austin Business Journal Awards, Santa Rita Ranch Awards, and Platinum Top 50 Centurion. Trinity Group by Sijo Vatican. Integrity and excellence in business. അപ്പോൾ നമുക്കറിയാം, നമ്മളോടൊപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിക്കും. അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ അറിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. വൊളോദിമീർ സെലൻസ്കിയും ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള തിമൂർ മെൻഡിച്ചാണ് ഏറ്റവും അധികം ഈ ഓപ്പറേഷൻ മിഡാസിന്റെ പേരിൽ പഴി കേൾക്കുന്നത്. അപ്പോൾ ചുറ്റും നിന്ന ഉപചാപക വൃന്ദം ഈ പറയുന്ന സെലൻസ്കിയെ ചതിക്കുകയായിരുന്നോ, അതോ സെലൻസ്കിക്ക് അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായോ? എന്താണ് സംഭവിച്ചതെന്നാണ് അങ്ങ് കരുതുന്നത്? യുക്രൈൻ ഇവിടുത്തെ യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ്സിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യമുള്ള ഒരു രാജ്യമാണ്. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ അവിടുത്തെ അഴിമതി ഉണ്ടാകുക എന്നുള്ളത്. ഒഫീഷ്യൽസിലൂടെ ആയാലും ഇത് നമുക്കിവിടെ കാണുന്ന ഒരു ഒളിഗാർക്സ് എന്ന് പറയുന്ന ഒരു വർഗമാണ്. എന്ന് വെച്ചാൽ ഭരണവർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവര് അധികമായിട്ടുള്ള സ്വത്തുകൾ സമ്പാദിക്കുകയും ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം. അതിനാണ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്തായാലും അവിടെ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അവര് കണ്ടുപിടിച്ചത് ഇത്രയും ആൾക്കാരെ. ഇവരെ പലരെയും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, നമ്മളോട് സെലൻസ്കി സാങ്ഷൻ ചെയ്യുകയും ചിലര് നാട് വിട്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനിയും ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. യർമാക്ക് എന്ന് പറയുന്ന ആളുടെ അതിന്റെ റോങ് ഡൂയിങ്സിനെ കുറിച്ച് അക്യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും അത് കഴിഞ്ഞ് നിലനിൽക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ നിലയിൽ യുക്രൈനില് പട്ടാള ഭരണമാണ്, എന്ന് വെച്ചാൽ മാർഷൽ ലോ ആണ്. അതുകൊണ്ട് ഇലക്ഷൻസ് ഇല്ല. അതുകൊണ്ട് പാർലമെന്ററി ഇലക്ഷനിലാണെങ്കിലും അവരുടെ പാർട്ടി അവർക്ക് ഒരുമാതിരി നല്ല ഭൂരിപക്ഷം, എന്ന് വെച്ചാൽ 2/3 മെജോറിറ്റി എന്ന് കിട്ടിയിരുന്നതാണ് സെർവൻസ് ഓഫ് ദി പീപ്പിൾസ് പാർട്ടി എന്നാണ്. പക്ഷെ ഇവിടെയൊക്കെ സ്പ്ലിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പം ഇത് ഇങ്ങനെ വന്നത് തന്നെ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ഡിബേറ്റിൽ സംസാരിച്ച് തന്നെ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു കോൺസ്പിറൻസി ഉണ്ട്. ഇത് വീക്കൻ ചെയ്യുക, ഇത് നമ്മുടെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അത് അണ്ണാർത്ത് ചെയ്യപ്പെടുന്നത്. അഴിമതി ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. സെലൻസ്കി അതിനെ സെൻസർ ചെയ്യേണ്ടതായിരുന്നു. അതിനുവേണ്ടി ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കാര്യത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയുമുള്ളൊരു വളരെ യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായും നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് പിന്തുണയാണ്. ഞാൻ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള നിലയിൽ, ഒരു യൂറോപ്യൻ രാജ്യം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഇവിടുന്ന് ഒത്തിരി വോളണ്ടിയേഴ്സ് അവിടെ പെടുന്നു. ഞാൻ ഇന്നും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യുക്രൈനിന്റെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പലരുമായിട്ട് സംസാരിക്കും. അവർക്ക് ഹൃദയവേദനയോടുകൂടിയാണ് ട്രംപിന്റെ ഈ പ്രപ്പോസൽ കേൾക്കുന്നത്. ട്രംപിന്റെ പ്രപ്പോസൽ ആണെന്ന് തോന്നിയില്ല എനിക്ക്. പുടിന്റെ പ്രപ്പോസൽ ട്രംപിന്റെ പേര് വന്നെന്നുള്ളതല്ലാതെ എനിക്കൊന്നും തോന്നിയില്ല. കാരണം ദർ ഇസ് നോ സാങ്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടീസ് ഒന്നും US-ന്റെ പേരിൽ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? US-ന് എന്തെങ്കിലും ചെലവ് ഇക്കാര്യത്തിനകത്തുണ്ടോ? ഇല്ല. അപ്പം US-ന് 50% പ്രോഫിറ്റ്സ് കിട്ടും എന്നുള്ളതല്ലാതെ, അപ്പം ഇതൊരു ബിസിനസ് ഡീലാക്കി ഇതിനെ ആ ജനതയെ മുഴുവൻ വഞ്ചിച്ചല്ലോ എന്നുള്ളവർക്ക് ഒരു വേദനയാണ്. കിണറാണ് അമേരിക്കൻ ഒരു നേതൃത്വം ഇത്രത്തോളം ദുർബലമായി പോയല്ലോ എന്നാണ് ഞാൻ ഇത് ചിന്തിച്ചത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഈ 28 പ്ലാൻസ് ആണ് അവരിട്ടത്. അതിനകത്ത് പലതും ഈ യുക്രൈനി പലതല്ല മുഴുവൻ തന്നെ ഒരിക്കലും യുക്രൈനെ ഒരു രീതിയിലും സാധൂകരിക്കുന്നില്ല. അതിന്റെ സോവർണിറ്റി, അതിന്റെ ടെറിട്ടോറിയൽ, നമ്മൾ പറഞ്ഞു, എനിക്ക് മുമ്പ് സംസാരിച്ച ഡിബേറ്റർ തന്നെ പറഞ്ഞു, ഡോൺബാസ് റീജിയന്റെ ക്രിമിയ ഓൾറെഡി പോയിരുന്നു. ഡോൺബാസ് റീജിയന്റെ ഒക്കെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും യുക്രൈൻ കൈവശം വെച്ചത് കൊണ്ട് വിട്ടുകൊടുക്കണം.
അവരുടെ ഭൂമി വിട്ടുകൊടുക്കണം. എന്തൊരു മാത്രമല്ല അതിന്റെ ജോഗ്രഫി അറിയുന്നവർക്കറിയാം ആ കടലിലേക്കുള്ള മുഴുവൻ അവരുടെ വാതായനവും അടച്ചിരിക്കുകയാണ് ആ രീതിയിലുള്ള റഷ്യ. അപ്പൊ ഇതിനകത്തൊന്നും യുക്രൈന് ഗെയിൻ ചെയ്യാനില്ല. ആ കൂടെ ഉള്ളൊരു വെച്ചാൽ ഇനി യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളത്. അത് തന്നെ എന്തൊരു ഇതാണ്, നമ്മൾ ഭീഷണിപ്പെടുത്തി, അതൊരു ഗുണ്ടായുസത്തിന്റെ അങ്ങേയറ്റമല്ലേ ഇത്. സോ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഇതിന് ഒരാൾ പറഞ്ഞ പോലെ ഇനി ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക പ്രവേശിച്ചാൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണോ ഇത് ചെയ്യുന്നത്, അതിനുവേണ്ടി ഒരു ബിരിയാടാക്കുകയാണോ യുക്രൈനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും അന്താരാഷ്ട്ര നിയമ രീതിയിൽ ഇതിനെ ഒരിക്കലും നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. വി ഹാവ് ടു കോൾ എ സ്പേഡ് അല്ലേ. നമ്മൾ യുക്രൈൻ ഇത്ര ഏകാധിപതിയായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം എന്റെ മുമ്പ് സംസാരിച്ച ജോർജ് സാർ പറഞ്ഞ പോലെ വളരെ ഇതായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജനാധിപത്യത്തിന്റെ ഒരു പൊൻകിരളം, ഇപ്പൊ ഈ അഴിമതി വന്നത് തന്നെ ഒരു രീതി ട്രാൻസ്പെറൻസിയുടെ ഒരു ഉദ്ദേശം ഇതല്ലേ. അപ്പം അതിനെതിരെ അയാൾ ആക്ട് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തെ മുഴുവൻ പെയിന്റ് ചെയ്യാനായിട്ട് ഒരു മാധ്യമങ്ങൾ മുഴുവൻ നീക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിനെ മുഴുവൻ വീക്കൻ ചെയ്യാണ്. യുക്രൈൻ ഉണ്ടായിരിക്കട്ടെ, ഞാൻ ഇനി വിചാരിക്കുന്നത് ഈ യുക്രൈന്റെ ഈ പോലീസ് പ്ലാൻ ഇല്ലേ, യുക്രൈൻ ജനത അംഗീകരിക്കില്ല. ഐ ഡോണ്ട് തിങ്ക് ഈവൻ സെലൻസ്കി അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കുകയും ആള് അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ. അത് മാത്രമല്ല 100 ദിവസത്തിനുള്ള ഇലക്ഷൻ നടക്കുകയും വേണം. ഇപ്പം മോശം ലോയുണ്ട്. അപ്പൊ ഇയാളുടെ മുഴുവൻ കാര്യങ്ങളും വിട്ടുകൊടുത്ത് അയാൾ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ ഇതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിപ്പം യൂറോപ്യൻ യൂണിയന്റെ ഇന്നിപ്പം കിയർ സ്റ്റാമറും സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. കിയർ സ്റ്റാമർ പറഞ്ഞതാണ്, ദ ഫ്യൂച്ചർ ഓഫ് യുക്രൈൻ ഷുഡ് ബി ഡിസൈഡഡ് ബൈ യുക്രൈൻ, അല്ല വെല്ലോനും അല്ല പറയേണ്ടതെന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞ ബാക്കി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും കിയർ സ്റ്റാമറും വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഞാൻ ഈ ബ്രിട്ടന്റെ ഈ ഇതിനെ ഇത് ചെയ്യാണ്. കാര്യം ഇങ്ങനെ ഒരു യുക്രൈനെ പോലെ ഒരു രാജ്യത്തെ, യുക്രൈൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ റഷ്യ വിട്ടു കഴിഞ്ഞാൽ ഒരു രീതിയിൽ യൂറോപ്പിന്റെ ഭൂഖണ്ഡത്തിലെ വലിയൊരു രാജ്യമാണ്, വളരെ വിസ്തൃതമായി. അതിനെ ഇങ്ങനെ തിന്ന് കൂട്ടുന്ന ഒരു സമ്പ്രദായത്തിന് വിട്ടുകൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല ആ ജനതയ്ക്ക്. പിന്നെ ഭാഷകൾ വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് പറഞ്ഞ പോലെ ഈ റഷ്യൻ ഭാഷയും യുക്രൈനിയൻ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് നമ്മളിപ്പം ആൾക്കാർ ഇപ്പം തെലുങ്കും മലയാളവും ഒരുപോലെയാണെന്ന് പറയുന്ന പോലെ തന്നെ ഇരിക്കുള്ളൂ. ഇപ്പൊ ഒരാൾ പറയാ തെലുങ്ക് സംസാരിക്കുന്നവർ മലയാളി സംസാരിക്കുന്നത് നിങ്ങൾക്ക് അന്നേരം നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെയാണ്, വ്യത്യാസമുണ്ട്. അതിന്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള രീതികളും പാറ്റേണുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വേറെ ഭാഗം. സംസ്കാരത്തിൽ കുറച്ച് അനുരൂപമുണ്ട്. ഇപ്പം തെന്നിന്ത്യയിലുള്ള പണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ഓർത്തഡോക്സ് സഭാവിശ്വാസങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ളതിനകത്തുള്ള ഉണ്ട്. അല്ലാതെ ഒരു വ്യത്യസ്തമായ രാജ്യങ്ങളാണ്, അതിനെ അഡ്ഹർ ചെയ്യപ്പെട്ടതാണ്. ഈ ക്രീമിയ വിട്ടു കഴിഞ്ഞാലും ഈ മറ്റു രാജ്യങ്ങൾ സ്ഥലങ്ങൾ അവർ ടെറിട്ടറി വിട്ടുകൊടുക്കുന്നത് അതിന്റെ എനർജി അവരുടെ കൺസർവേഷനകത്തൊക്കെ ഉള്ളതിനകത്തും ഇന്റർനാഷണൽ ഏജൻസിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ രാജ്യത്തിനെ വെറും പപ്പറ്റാക്കുകയല്ലേ ചെയ്യുന്നത്. ആ യുക്രൈൻ എന്ന രാജ്യത്തിന് അതിനുവേണ്ടി യുക്രൈനിയൻ ജനതയ്ക്കോടൊപ്പം ഉള്ള ഞങ്ങളുടെ അനുഭാവം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഈ യുക്രൈനെ നേതൃത്വത്തെ ശിഥിലീകരിക്കുവാനായി നടത്തുന്ന ശ്രമങ്ങളെയും നമ്മൾ സത്യം പറഞ്ഞാൽ അപലപിക്കേണ്ടതാണ്. അതെ, റഷ്യയിലെ വ്ളാഡിമിർ യുക്രൈനിലെത്തുമ്പോൾ വൊളോദിമിർ ആകുന്നു. ഭാഷാപരമായ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങ് പറയുന്നത് പോലെയുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡീൽ എന്ന് പറയുമ്പോൾ അത് സ്പോൺസേർഡ് ബൈ റഷ്യ, പ്രസന്റഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു വിധത്തിലാണ് അത് വരുന്നത്. പുടിൻ എഴുതി വെച്ച ഒരു കാര്യം ട്രംപ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന റഷ്യ എനിക്കെന്ത് കിട്ടുമെന്ന് റഷ്യയും, മറുവശത്ത് എനിക്കെന്ത് കിട്ടുമെന്ന് അമേരിക്കയും ചിന്തിക്കുമ്പോൾ ഇതിന്റെ നടുക്ക് പാവപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളുണ്ട്. യുക്രൈന്റെ ഒരു ഭാവി എന്താകും? ഉക്രൈന്റെ ഭാവി ഇപ്പോൾ നിശ്ചയിക്കാൻ ഉക്രൈൻ അവകാശമില്ലാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കണക്കിന് കെയർ സ്റ്റാമർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ശരിയായ കാര്യം. അതായത് ലെറ്റ് ഉക്രൈനിയൻസ് ഡിസൈഡ് ദെയർ ഫേറ്റ്, അല്ലാതെ അകലെയുള്ള അമേരിക്ക അത് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ത് ഡ്യൂറസ് മാത്രമാണ് ഉക്രൈൻ ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക മുന്നോട്ട് വെച്ച റഷ്യൻ താല്പര്യ പൂരീകരണത്തിനായി ട്രംപ് ഒരു സമാധാനകാംക്ഷിയാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മാത്രമായി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ബലിയാടാക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉക്രൈനിയൻ പ്രസിഡന്റ് അംഗീകരിക്കുന്നു എങ്കിൽ അത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. നോക്കൂ, ഉക്രൈന്റെ പ്രദേശത്തിന്റെ 20% റഷ്യക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടാണ് ആദ്യം 2014 പിടിച്ചെടുത്ത ക്രൈമിയയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു ഡിഫാക്ടോ ധാരണയാകാം, അത് റഷ്യയുടെ കൈവശം തന്നെ ആയിരുന്നു 2022 യുദ്ധം തുടങ്ങുമ്പോൾ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകളും ഖേർസൺ, സപ്പോർഷ്യ മേഖലയിലുമൊക്കെ
റഷ്യൻ സൈന്യം കടന്നു കയറുകയും അവർ പിടിച്ചെടുത്ത ഭാഗങ്ങളും അതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങളും ഇപ്പോൾ റഷ്യയുടെ ഒരു ഭാഗമാക്കി മാറ്റുകയും അത് യൂറോപ്പിന്റെ സമഗ്രമായ ഭൂപടത്തെ തന്നെ, ഭൗമ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിന്റെ യുക്തി യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവിടെ ഒരു യുണൈറ്റഡ് നേഷൻസ് വഹിക്കേണ്ട പീസ് ബ്രോക്കറിംഗ് എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വഹിക്കുന്നതിന്റെ ഒരു അത്യാഹിതമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു രാജ്യത്തെ പരമാവധി സമ്മർദ്ദപ്പെടുത്തുക, ഈ വെടക്കാക്കി തനിച്ചാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം ഉക്രൈനെ മോശമായി ചിത്രീകരിച്ച് അവിടുത്തെ ഒരു സംവിധാനത്തെ തന്നെ കറപ്റ്റ് ഒരു സംവിധാനമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസിഡന്റിനെ ദുർബലമാക്കി, ആ പ്രസിഡന്റ് വളരെ എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും പടവെട്ടിക്കൊണ്ട് അദ്ദേഹം ധീരനായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഇപ്പോഴിതാ അദ്ദേഹത്തെ പരമാവധി ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടിപ്പിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ്. അതൊരു മിലിറ്ററി ഡീലൊന്നും ആയിരുന്നില്ല. അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സാമ്പത്തിക താല്പര്യങ്ങളും മാത്രമായിരുന്നു. ഈ ഉക്രൈനിലെ ധാതുക്കൾ, ലവണങ്ങൾ, അത് പ്രഷ്യസ് മിനറൽസ് ആൻഡ് മെറ്റൽസ്, അത് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അത് ഒരു വാർ കോമ്പൻസേഷൻ എന്ന നിലയിൽ എഴുതി വാങ്ങുകയാണ്. അത് മാത്രമല്ല, ആയുധങ്ങൾ നൽകി സഹായിച്ചു എന്ന് പറയുമ്പോൾ ഷൈലോക്കിനെ അനുസ്മരിപ്പിക്കുമാറ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന രീതിയിൽ ഉക്രൈന്റെ ഖജനാവിൽ നിന്നും കൃത്യമായ ഒരു തുക ഈടാക്കിക്കൊണ്ടാണ് ഉക്രൈനുമായി കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും നോക്കൂ, $100 billion അതെവിടെയാണ്? റഷ്യയുടെ ഫ്രോസൺ അസറ്റ്സ് ആണ്. ഇപ്പോഴത്തെ പ്രപ്പോസൽ അനുസരിച്ച് അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന റഷ്യയുടെ സമ്പത്തിൽ $100 billion എടുത്തുകൊണ്ട് ഉക്രൈന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിന് കിട്ടുന്ന ലാഭത്തിന്റെ 50%, ആ പ്രോജക്റ്റുകളുടെ ലാഭത്തിന്റെ 50% അമേരിക്കയ്ക്ക് വരിക. ഇത് എവിടുത്തെ നീതിയാണ്? കാട്ടുനീതി എന്നല്ലാതെ ഇതിനെന്താണ് പറയുക? അപ്പൊ ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പക്ക ബിസിനസ് ആണ്. എല്ലാ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസും ഒരു പക്ക ബിസിനസ് ആണ്. ഇവിടെ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ, ഗാസ വിഷയത്തിൽ ഒരു റിവീറ ഉണ്ടാക്കുമെന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. അവിടെയും ഒരു ബിസിനസ് കണ്ണിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക കൃത്യമായ ബിസിനസ് താല്പര്യത്തോടെ, ബിസിനസ് കണ്ണോടുകൂടി തന്നെയാണ് എല്ലാ പ്രക്രിയകളെയും കാണുന്നത്. ഒന്ന്, തന്റെ തന്നെ ഒരു മഹത്വവൽക്കരണം. രണ്ട്, അതിനകത്തു നിന്ന് അമേരിക്കയ്ക്ക് എന്ത് ലഭിക്കും, തന്റെ തന്നെ ഇൻട്രസ്റ്റ് എങ്ങനെ സംഭവിക്കും, ഇതെല്ലാമാണ് പരിഗണന. അതുകൊണ്ടാണ് ഈ പീസ് ഡീൽ എന്നത് ഒരു പ്രഥമ ദൃഷ്ട്യാ ഒരു സമാധാന സംരംഭം എന്ന് തോന്നാമെങ്കിലും ഇത് ആത്മഹത്യാപരമായിരിക്കും. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഒരു അൺസ്റ്റേബിൾ യൂറോപ്പാണ് വഴിതെരാൻ പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നെയ്റ്റോ എന്നത് ഒരു ബിസിനസ് പാർട്ണറായി മാറുകയാണ്. അമേരിക്കയിൽ താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, പണം ഇങ്ങ് എത്തിച്ചോണം, ആയുധങ്ങൾ തരാം. ആ രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ് ഈ രൂപത്തിൽ അധികം കാലം ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവില്ല. യുദ്ധവും സമാധാനവും ഒക്കെ ഒരു ബിസിനസ് ഡീലായി മാറുമ്പോൾ ഒരു സാധാരണക്കാരുടെ ജീവിതം, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അത് എന്തായിരിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉയർത്തുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ടോം ആദിത്യ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, ലെറ്റ് യുക്രൈനിയൻസ് ഡിസൈഡ് ദെയർ ഡെസ്റ്റിനി. അത് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താണ് യുക്രൈന് സംഭവിക്കുക, അവിടുത്തെ ജനതയുടെ അവസ്ഥ എന്താകും, ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.